രാവിലെ ഏകദേശം 11:30 മണിയോടുകൂടി തിരുപ്പുവാനം പോലീസ് സ്റ്റേഷനിലേക്ക് നിഖിത എന്നൊരു യുവതിയും അവരുടെ മാതാവും ഒരു പരാതിയുമായി എത്തി. രാവിലെ ആ അമ്മയും മകളും സമീപത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിരുന്നു. കാലിന് സ്വാധീനക്കുറവുള്ള അമ്മയെ വീൽചെയറിലാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ധരിച്ചിരുന്ന ആഭരണങ്ങളൊക്കെ ഊരി കാറിനകത്തുണ്ടായിരുന്ന ബാഗിൽ സൂക്ഷിച്ചു വെച്ച ശേഷമായിരുന്നു അമ്മയും മകളും ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയത്. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തി വാഹനത്തിൽ കയറി അല്പദൂരം പിന്നിട്ട സമയത്തായിരുന്നു ബാഗിനുള്ളിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കാണാനില്ല എന്നുള്ള കാര്യം അമ്മയ്ക്കും മകൾക്കും മനസ്സിലായത്. 9.5 പവനോളം വരുന്ന ആഭരണങ്ങളാണ് കാണാതായതെന്നു കൂടി അവർ പരാതിയിൽ വ്യക്തമാക്കി. ക്ഷേത്രത്തിനുള്ളിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ വാഹനം പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയ സെക്യൂരിറ്റി ഗാർഡിനെയാണ് തങ്ങൾക്ക് സംശയമെന്നു കൂടി അമ്മയും മകളും പോലീസിനോട് പറഞ്ഞു. പരാതി ഫയലിൽ സ്വീകരിച്ച് 1 മണിക്കൂറിനകം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപത്തേക്ക് പോലീസ് ജീപ്പ് എത്തുകയും അവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികളോട് ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി അജിത് കുമാറിനെ കുറിച്ച് തിരക്കുകയും ചെയ്തു. കാര്യമെന്താണെന്ന് അന്വേഷിച്ച ജീവനക്കാരോട് അവിടെ കാർ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി ഒരു സ്ത്രീ അജിത് കുമാറിനെ ഏൽപ്പിച്ചിരുന്നു എന്നും കാറിലുണ്ടായിരുന്ന ബാഗിലെ 9.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ അജിത് കുമാർ മോഷ്ടിച്ചു എന്നൊരു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും പോലീസുകാർ വ്യക്തമാക്കി. ക്ഷേത്ര ഭാരവാഹികളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ അവിടേക്ക് എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ അജിത് കുമാറിനെ കണ്ട ഉടൻ തന്നെ അയാളാണ് അജിത്തെന്ന് ചില ആളുകൾ പറയുകയും ചെയ്തു. അജിത്തിനോട് പോലീസ് സംഘം വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. എന്നാൽ താനല്ല കാർ പാർക്ക് ചെയ്തിരുന്നതെന്നും തനിക്ക് കാർ ഓടിക്കാൻ വശമില്ലാത്തതുകൊണ്ട് തന്നെ ഓട്ടോ ഓടിക്കുന്ന അരുൺ എന്ന വ്യക്തിയെ കൊണ്ടാണ് കാർ പാർക്ക് ചെയ്യിച്ചതെന്നും സ്വർണ്ണാഭരണങ്ങൾ താൻ മോഷ്ടിച്ചിട്ടില്ല എന്നും അജിത്ത് പോലീസിനോട് പറഞ്ഞു. അരുൺകുമാർ എന്ന വ്യക്തി കാർ പാർക്ക് ചെയ്തതിനു ശേഷം വാഹനം പൂട്ടി താക്കോൽ അജിത്തിനെ ഏൽപ്പിച്ചിരുന്നു. വാഹനം ലോക്കിട്ട ശേഷം താക്കോൽ നിഖിതയെയും അമ്മയും തന്നെ ഏൽപ്പിച്ചു എന്നും സെക്യൂരിറ്റി ഗാർഡ് അജിത് കുമാർ പോലീസിനോട് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അജിത്ത് പോലീസിനോട് പറഞ്ഞ നിമിഷത്തിൽ തന്നെ സ്റ്റേഷനിലെത്തി അജിത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റാക്കി എഴുതി നൽകണമെന്ന് പോലീസുകാർ ആവശ്യപ്പെടുകയും തങ്ങളോടൊപ്പം വരണമെന്ന് കൂടി പറയുകയും ചെയ്തു. പോലീസുകാർക്കൊപ്പം അവരുടെ ജീപ്പിൽ പോവുകയല്ലാതെ അജിത്തിന് മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. സ്റ്റേഷനിലെത്തിയ അജിത് കുമാർ പഴയ കാര്യങ്ങൾ തന്നെ പോലീസിനോട് ആവർത്തിച്ച് പറഞ്ഞു. അജിത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റാക്കി എഴുതി വാങ്ങിയ ശേഷം അയാളെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു. അന്ന് രാത്രി ഏകദേശം 9 മണിയോടുകൂടി അരുൺകുമാറും അയാളുടെ 2 സുഹൃത്തുക്കളായ ദിനകരനും ലോകേഷും ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു പോലീസ് സംഘം വീണ്ടും ആ വാഹനത്തിന് നേരെ കൈ കാണിച്ചത്. ഒരു സ്ത്രീയുടെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ സ്റ്റേഷനിലെത്തി സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടെന്നും ഇനി അരുണിന്റെയും സുഹൃത്തുക്കളുടെയും കൂടി സ്റ്റേറ്റ്മെന്റ് തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്കൊപ്പം സ്റ്റേഷനിലേക്ക് വരണമെന്നുമായിരുന്നു പോലീസ് സംഘം അരുണിനോടും കൂട്ടുകാരോടും പറഞ്ഞത്. കേസ് ക്ലോസ് ചെയ്യാനാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അരുൺകുമാർ സംഘവും പോലീസ് ജീപ്പിൽ കയറിയത്. പോലീസ് ജീപ്പ് മുൻപോട്ട് നീങ്ങിയപ്പോഴാണ് അരുൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പോലീസ് ജീപ്പിനെ ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് പിന്നാലെ ഒരു കാറ് കൂടിയുണ്ട്. അരുൺകുമാറിനെയും സംഘത്തെയും പോലീസ് സംഘം ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നതാകട്ടെ ആ പ്രദേശത്തുള്ള ആരും തന്നെ കണ്ടതുമില്ല. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അജിത് കുമാറിന്റെ വീട്ടിലേക്ക് വീണ്ടും ഒരു സംഘം പോലീസുകാരെത്തുകയും അവരുടെ വീടിനകമാകെ അരിച്ചു പറക്കുകയും ചെയ്തു. അലമാരയിൽ വെച്ചിരുന്ന ഡ്രസ്സുകളൊക്കെ വലിച്ചു താഴേക്കിടുകയും കിടക്കവിരിപ്പുകൾ വലിച്ചു മാറ്റുകയും കട്ടിലിലുണ്ടായിരുന്ന മെത്തയും മറ്റും വലിച്ചു താഴേക്കെറിയുകയും ഒക്കെ ചെയ്തു. വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അജിത് കുമാറിന്റെ സഹോദരൻ നവീനും അമ്മയ്ക്കും മനസ്സിലായില്ല. തിരച്ചിൽ മതിയാക്കിയ പോലീസ് സംഘം അജിത് കുമാർ എവിടെയാണ് സ്വർണ്ണാഭരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയാൻ ആ വീട്ടുകാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർക്കറിയില്ല എന്നുള്ള മറുപടിയായിരുന്നു ആ അമ്മയും മകനും പോലീസിനോട് പറഞ്ഞത്. തന്റെ ജ്യേഷ്ഠൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് സഹോദരൻ നവീൻ പറഞ്ഞതോടുകൂടി നവീനെയും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ ശ്രമം നടത്തി. നവീനുമായി പോലീസ് സംഘം വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു പോലീസ് ജീപ്പിനുള്ളിലിരിക്കുന്ന അജിത്തിനെ ആ അമ്മയും മകനും കാണുന്നത്. അജിത്തിനൊപ്പം അയാളുടെ സുഹൃത്തുക്കളും പോലീസ് ജീപ്പിലുണ്ടായിരുന്നു. തന്റെ മക്കൾ മോഷണം നടത്തിയിട്ടില്ല എന്ന് അജിത്തിന്റെ അമ്മ പോലീസിനോട് കരഞ്ഞു പറഞ്ഞെങ്കിലും അവരതൊന്നും കേൾക്കാതെ അജിത്തിനെയും സംഘത്തെയും കൊണ്ട് അവിടെ നിന്നും കടന്നുപോയി. അത് രാവിലെ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ അയൽവാസികളൊന്നും തന്നെ ഈ കാഴ്ചകളൊന്നും കണ്ടില്ല. അജിത്തിന്റെ അമ്മ അതിവേഗത്തിൽ തന്നെ അയൽപക്കത്തെ വീടുകളിലൊക്കെ എത്തി വിവരം പറയുകയും കുറച്ചാളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി അജിത് കുമാറിനെയും ഇളയ മകനായ നവീനെയും സുഹൃത്തുക്കളെയും ഒക്കെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അജിത്തിന്റെ അമ്മയും നാട്ടുകാരും പറഞ്ഞ പരാതി കേട്ട പോലീസ് സംഘം ആകെ അമ്പരന്നു പോയി. ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു പോലീസ് സംഘം അവരോടായി പറഞ്ഞത്. അജിത്തിനെ തൊട്ട് തലേ ദിവസം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് വിട്ടയച്ചു എന്നും അജിത്തിനെ പിടിക്കുന്നതിന് വേണ്ടി ഈ സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരും പോയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അജിത്തിനെ തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നും പോലീസ് സംഘം പറഞ്ഞതോടുകൂടി നാട്ടുകാരും അജിത്തിന്റെ അമ്മയും ആകെ അമ്പരന്നു.
പോലീസ് വേഷത്തിലെത്തിയ വ്യക്തികൾ തന്നെയാണ് തന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോയതെന്ന് ആ അമ്മ ഉറപ്പിച്ചു തന്നെ പറഞ്ഞെങ്കിലും പോലീസ് സംഘം അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല. ഇതേസമയം അജിത്തിനെയും കൂടെയുള്ള വ്യക്തികളെയും ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ 6 സംഘം ഒരു വെറ്റിനറി ഹോസ്പിറ്റലിന് സമീപത്തേക്കാണ് അവരെ കൊണ്ടുപോയത്. അവിടെ ഒരു ഗോഡൌണിലിട്ട് അജിത്തിനെയും സംഘത്തെയും PVC പൈപ്പുകളും ഇരുമ്പ് വടികളും വലിയ വലിയ തടിക്കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു തുടങ്ങിയിരുന്നു. അജിത്ത് സംഘവും എത്ര ഉറക്കെ കരഞ്ഞിട്ടും പോലീസ് സംഘം അവരെ തല്ലുന്നത് നിർത്തിയില്ല. ഒടുവിൽ അവരുടെ കരച്ചിൽ നാട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നായപ്പോൾ പോലീസ് സംഘം അജിത്തിനെയും സംഘത്തെയും കൊണ്ട് അവിടെ നിന്നും സമീപത്തുള്ള ഒരു ബോയ്സ് ഹോസ്റ്റലിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. ബോയ്സ് ഹോസ്റ്റലിന് സമീപത്തുള്ള ഇടുങ്ങിയ മുറിയിലിട്ട് അജിത്ത് അടങ്ങുന്ന സംഘത്തെ പോലീസ് സംഘം കാര്യമായി തന്നെ മർദ്ദിച്ചു. തറയിലിട്ട് ചവിട്ടുകയും അതിക്രൂരമായി തല്ലി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ശേഷം അജിത്തിനെയും സംഘത്തെയും വീണ്ടും പോലീസ് ജീപ്പിലേക്ക് കയറ്റി. ജീപ്പിലിട്ടും ആ സംഘത്തെ നന്നായി തന്നെ പോലീസ് ഉപദ്രവിച്ചു. ആഭരണം എവിടെയെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പോലീസ് സംഘം അജിത്തടങ്ങുന്ന സംഘത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. 9.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകുന്ന സാഹചര്യത്തിൽ അജിത്തിനെയും കൂട്ടാളികളെയും അവിടെ നിന്ന് വിടാമെന്നും പോലീസ് സംഘം അറിയിച്ചു. പിന്നീട് അജിത്തിനെയും സംഘത്തെയും തിരുപ്പുവാനത്തുള്ള ഒരു ഫാം ഹൗസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. എത്ര ഉപദ്രവിച്ചിട്ടും സ്വർണ്ണാഭരണങ്ങൾ താൻ എടുത്തിട്ടില്ല എന്നും തനിക്കൊന്നും അറിയില്ല എന്നുമുള്ള മറുപടിയിൽ തന്നെയാണ് അജിത്ത് ഉറച്ചു നിന്നത്. അജിത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ പോലീസ് സംഘം അജിത്തിന്റെ അനുജനായിരുന്ന നവീനെ മാത്രം കേന്ദ്രീകരിച്ച് തല്ലു തുടങ്ങി. അതിക്രൂരമായി നവീനെ ഉപദ്രവിക്കുകയും അയാളുടെ ശരീരത്തിൽ നിന്നും ചോര പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നത് കണ്ട അജിത്ത് താൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് പോലീസിനോട് പറയുകയും തന്റെ അനുജനെ ഇനി ഉപദ്രവിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് സംഘം അജിത്തിനെയും കൂട്ടാളികളെയും ജീപ്പിൽ കയറ്റി തിരുപ്പുവാനം ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപത്തേക്ക് തന്നെയാണ് എത്തിയത്. പോലീസ് സംഘം അജിത്ത് സംഘവുമായി നാട് മുഴുവൻ കറങ്ങുന്ന വിവരമറിയാതെ തന്റെ മക്കളെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അജിത്തിന്റെ അമ്മ മാലതി ഈ സമയത്തും പോലീസ് സ്റ്റേഷനിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അജിത്തിനെയും കൂട്ടാളികളെയും കൊണ്ട് പോലീസ് സംഘം ക്ഷേത്രത്തിന് സമീപത്തെത്തിയപ്പോഴേക്കും വിവരമറിഞ്ഞ് നാട്ടുകാരും അവിടെ എത്തിയിരുന്നു. പോലീസ് ജീപ്പിലുണ്ടായിരുന്ന ആളുകളിൽ നിന്നും അജിത് കുമാറിനെ മാത്രമാണ് പോലീസ് സംഘം ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇറക്കിയത്. അജിത്തിനെ കണ്ട നാട്ടുകാരാകട്ടെ അമ്പരന്നു പോയി. കാരണം തൊട്ട് തലേ ദിവസം വളരെ കൂളായി പോലീസ് ജീപ്പിൽ കയറിപ്പോയ അജിത് കുമാർ ഇപ്പോൾ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വീണാണ് നടക്കുന്നത്. അയാളെയും കൊണ്ട് പോലീസ് സംഘം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. പോലീസ് സംഘം അജിത്തുമായി ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള പശുത്തൊഴുത്തിന് സമീപത്തേക്കാണ് എത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ പശുത്തൊഴുത്തിന് സമീപം കുഴിച്ചിട്ടു എന്ന് അജിത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത്തുമായി പോലീസ് സംഘം പശുത്തൊഴുത്തിന് സമീപത്തേക്ക് എത്തിയത്. അവിടെ എവിടെയാണ് സ്വർണം കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് അജിത്തിനോട് ചോദിച്ചെങ്കിലും അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഇത് കണ്ട പോലീസ് സംഘത്തിൽ ഒരാൾ അജിത്തിന്റെ വയറ്റിലേക്ക് ആഞ്ഞിടിക്കുകയും കൂടെ നിന്നിരുന്ന മറ്റൊരു പോലീസുകാരൻ അജിത്തിനെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ക്ഷേത്രത്തിലുള്ള ആളുകളൊക്കെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. പിന്നീട് അവിടെ നടന്നത് ഒരു കൂട്ടത്തല്ലാണ്. പോലീസ് സംഘം അജിത്തിനെ കാര്യമായി തന്നെ ഉപദ്രവിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അവിടെ കൂടി നിന്ന നാട്ടുകാരോട് അജിത്ത് സ്വർണം മോഷ്ടിച്ച് പശുത്തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്നാണ് തങ്ങളോട് പറഞ്ഞിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവനൊന്നും അറിയില്ല എന്നാണ് അവൻ പറയുന്നതെന്നും പോലീസുകാരെയും നാട്ടുകാരെയും ഒക്കെ അജിത്ത് കബളിപ്പിക്കുകയാണെന്നുമായിരുന്നു ആ പോലീസുകാരൻ നാട്ടുകാരോടായി പറഞ്ഞത്. പിന്നീട് നാട്ടുകാർ കാണുന്നത് അജിത്തിനെ വലിച്ചിഴച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. അവിടെ നിന്നും ഒരു ഓട്ടോ സംഘടിപ്പിച്ച് ഒരു പോലീസുകാരൻ അജിത്തിനെ ഓട്ടോയിലേക്ക് കയറ്റി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അരുൺകുമാറും നവീനും ഉൾപ്പെടെയുള്ള 4 സംഘത്തെ പോലീസുകാർ പോലീസ് ജീപ്പിൽ തന്നെ കയറ്റി അവിടെ നിന്നും കടന്നുപോയി. അല്പദൂരം പിന്നിട്ട സമയത്ത് നവീനെയും ബാക്കിയുള്ള ആളുകളെയും പോലീസ് ജീപ്പിൽ നിന്നും പോലീസ് സംഘം ഇറക്കി വിടുകയും ചെയ്തു. തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന അജിത് കുമാറിനെ എവിടേക്കാണ് പോലീസുകാർ കൊണ്ടുപോയതെന്ന് നവീന് സംഘത്തിന് സംശയം തോന്നി. ഈ സമയത്തായിരുന്നു അജിത്തിന്റെയും നവീനിന്റെയും ഒക്കെ അമ്മ മാലതി പോലീസ് സ്റ്റേഷനിൽ മകനെ കാത്തിരിക്കുന്ന വിവരം നവീൻ അറിയുന്നത്. നവീന സംഘവും ഉടൻ തന്നെ മറ്റൊരു ഓട്ടോ സംഘടിപ്പിച്ച് സ്റ്റേഷനിലെത്തി അമ്മയെ കാണുകയും ചെയ്തു. അവരുടെ മൂത്ത മകനായ അജിത്ത് എവിടെയെന്ന് ആ അമ്മ ചോദിച്ചപ്പോൾ പോലീസ് സംഘം അജിത്തിനെ ഒരു ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് തങ്ങൾ അവസാനമായി കണ്ടതെന്നും അജിത്ത് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്നാണ് തങ്ങൾ കരുതിയിരുന്നതെന്നുമൊക്കെ ആ ചെറുപ്പക്കാർ ആ അമ്മയോട് പറഞ്ഞു. എന്നാൽ അജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ള മറുപടിയായിരുന്നു മാലതി അമ്മ നവീനോടും സുഹൃത്തുക്കളോടും പറഞ്ഞത്. അജിത്തിനെ ആ പോലീസുകാരൻ ഓട്ടോയിൽ കയറ്റി എവിടേക്കാണ് കൊണ്ടുപോയതെന്നുള്ള ചോദ്യം ഏതാനും മണിക്കൂറുകൾക്കകം വലിയൊരു സസ്പെൻസായി മാറി. നവീന സംഘവും അജിത്തിനെ പലയിടത്തും തിരക്കിയെങ്കിലും എവിടെ തിരക്കിയിട്ടും അജിത്തിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. തന്റെ മകൻ എവിടെയെന്ന് പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളോട് മാലതി തിരക്കിയെങ്കിലും നിങ്ങളുടെ മകൻ അജിത്തിനെ തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ള മറുപടിയാണ് പോലീസുകാർ പറഞ്ഞത്. പോലീസുകാർ പറയുന്നതൊന്നും മാലതിക്ക് മനസ്സിലായില്ല. കാരണം മാലതിയുടെ കൺമുൻപിൽ വെച്ചാണ് അജിത്ത് പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന കാഴ്ച മാലതി കണ്ടത്. തന്റെ ഇളയ മകനെയും സുഹൃത്തുക്കളെയും പോലീസുകാർ കൊണ്ടുപോകുന്നതും മാലതി കണ്ടതാണ്. എന്നിട്ടിപ്പോൾ പോലീസ് സംഘം പറയുന്നത് അവർ തങ്ങളുടെ മക്കളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ള കാര്യവുമാണ്.
അവിടെ ഇരുന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്നും മകനെ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കാൻ സ്റ്റേഷനിലുള്ള പോലീസുകാർ മാലതിയോട് ആക്രോശിക്കുകയും ചെയ്തു. മാലതിയെയും ബാക്കിയുള്ള ആളുകളെയും അവിടെ നിന്നും ആട്ടിപ്പായിക്കാൻ പോലീസ് സംഘം ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മാലതിയും മകൻ നവീനും അയാളുടെ സുഹൃത്തുക്കളും തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ അജിത്തിനെ അന്വേഷിച്ച് മാലതി ഉൾപ്പെടുന്ന സംഘം ഇറങ്ങുകയും ചെയ്തു. അജിത്തിനെ മാത്രമായിരുന്നു പോലീസ് സംഘം ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയത്. അജിത്തിനെ അവിടെയിട്ട് അതിക്രൂരമായി ഉപദ്രവിച്ചതൊന്നും ജീപ്പിലുണ്ടായിരുന്ന നവീന സംഘവും കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയതുപോലുള്ള തല്ല് മാത്രമേ അജിത്തിനും കിട്ടിക്കാണുകയുള്ളൂ എന്ന് നവീൻ ഉൾപ്പെടുന്ന സംഘം വിശ്വസിക്കുകയും ചെയ്തു. നാടാകെ അജിത്തിനെ തിരയുന്നതിനിടയിലായിരുന്നു സമീപത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അജിത്ത് അഡ്മിറ്റ് ആണെന്നുള്ള വിവരം നവീന് സുഹൃത്തുക്കളും അറിയുന്നത്. ഉടൻ തന്നെ നവീൻ ഉൾപ്പെടുന്ന സംഘം ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ പോലീസ് സംഘവും ഉണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഒരു കാര്യം അവർക്ക് വ്യക്തമായി. ആശുപത്രിയിൽ അഡ്മിറ്റായ അജിത്തിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഈ വിവരമറിഞ്ഞ് ഞെട്ടിത്തരിച്ചു പോയ നവീൻ ഉറക്കെ കരഞ്ഞു തുടങ്ങി. കൂടെ സുഹൃത്തുക്കളും അമ്മ മാലതിയും ഉണ്ടായിരുന്നു. സ്വർണം മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അജിത് കുമാർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പരന്നു. ആ ഹോസ്പിറ്റലിന് മുൻപിൽ ഒരു പ്രക്ഷോഭം തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ പോലീസ് സംഘം അജിത്തിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി സമീപത്തുള്ള രാജാജി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സ്വർണം മോഷ്ടിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത അജിത് കുമാറിന് കസ്റ്റഡി മരണം സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് കാട്ടുതീ പോലെ പരന്നത്. ഇതോടെ ആ പ്രദേശത്ത് ഒരു പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. ഈ സമയം ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. അജിത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. നടക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അവർ തയ്യാറാക്കിയത്. അജിത്തിന്റെ തല മുതൽ കാലുവരെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു തകർത്തിരിക്കുകയാണ്. ഒരേ സ്ഥലത്ത് തന്നെ നിരവധി തവണ അടിയേറ്റിട്ടുമുണ്ട്. അഡ്വക്കേറ്റിന്റെ സഹായത്തോടുകൂടി അജിത്തിന്റെ മാതാവ് മാലതി ഉടൻ തന്നെ ഒരു പരാതി തയ്യാറാക്കി പോലീസ് സ്റ്റേഷനിൽ നൽകി. തന്റെ മകനെ കൊലപ്പെടുത്തിയതാണെന്നും തന്റെ മകനെ ജീവനോടെ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയത് കണ്ണൻ എന്നു പേരുള്ള ഒരു പോലീസുകാരനാണെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൻ എന്ന പോലീസുകാരൻ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിനിടയിൽ അജിത്തിനെ കൊലപ്പെടുത്തിയതാണെന്നും അതിന് സഹായികളായി പുറകെ ജീപ്പിൽ പോയ പോലീസുകാരുണ്ടായിരുന്നു എന്നും അവരുടെയൊക്കെ പേര് വിവരങ്ങൾ സഹിതം വ്യക്തമാക്കുന്ന പരാതിയാണ് മാലതി പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. പരാതി കിട്ടിയിട്ടും ആ സ്റ്റേഷനിലെ പോലീസ് സംഘം പരാതി ഫയലിൽ സ്വീകരിക്കാനോ അതിന്മേൽ അന്വേഷണം നടത്താനോ തയ്യാറായില്ല. ലോകത്തിന്റെ പല ഭാഗത്തും മോഷണം നടക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിരാവിലെ അജിത് കുമാറിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറിയത് തിരുപ്പുവാനം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരല്ല. അവരൊരു സ്പെഷ്യൽ സ്ക്വാഡാണ്. 2 ഹെഡ് കോൺസ്റ്റബിൾസും 4 കോൺസ്റ്റബിൾസുമാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. അവരെ ഇതിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഷൺമുഖ സുന്ദരമാണ്. ഒരു സാധാരണ മോഷണ കേസിന്മേൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഇത്രയധികം വേഗത്തിൽ ഇടപെടുകയും ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ ഇറക്കുകയും ചെറുപ്പക്കാരനെ പിടികൂടുകയും ചെയ്യുന്നത് ആദ്യമായാണെന്ന് നാട്ടുകാർക്കും സംശയം തോന്നി. സ്വർണം മോഷണം പോയി എന്ന് നിഖിത എന്ന സ്ത്രീ സ്റ്റേഷനിലെത്തി വാമൊഴിയായി പറഞ്ഞൊരു പരാതിയിന്മേലാണ് ഇത്രയധികം നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ആ പരാതി രേഖാമൂലം ഫയലിൽ സ്വീകരിച്ചിട്ട് പോലുമില്ല. കേട്ടുകേൾവിയില്ലാത്ത നാടിനെ നടുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഷൺമുഖ സുന്ദരത്തിന് ഈ കേസിൽ ഇത്രയധികം താല്പര്യം വരാൻ എന്താണ് കാരണമെന്ന് എല്ലാവർക്കും സംശയം തോന്നി. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി പരന്നു. അജിത് കുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മ മാലതി പരാതി നൽകാതെ ഇരുന്നാൽ അവർക്ക് 50 ലക്ഷം രൂപ നൽകാമെന്ന് DSP ഷൺമുഖ സുന്ദരവും ക്ഷേത്ര ഭാരവാഹികളിൽ ചില ഉന്നതരും ചേർന്ന് പറഞ്ഞു എന്നുള്ളതായിരുന്നു അക്കാര്യം. ഇതിനിടയിൽ 5 ലക്ഷം രൂപ നൽകാമെന്നും ചില രാഷ്ട്രീയ പാർട്ടികൾ മാലതിയോട് പറയുകയും ചെയ്തു. ഈ വാർത്തകളൊക്കെ സ്പ്രെഡായതോടുകൂടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രശ്നത്തിൽ ഇടപെടുകയും അജിത്തിനെ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന പോലീസുകാരെയും DSPയെയും ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുകയും വേണ്ടി വന്നാൽ അന്വേഷണം CBIക്ക് വിടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പരാതി നൽകിയ നിഖിത എന്ന സ്ത്രീയെക്കുറിച്ചും ഒരു അന്വേഷണം വന്നു. അവർ നൽകിയ പരാതി വാസ്തവമാണോ എന്ന് പോലും അന്വേഷിക്കാതെയാണ് പോലീസ് സംഘം ആക്ഷൻ എടുത്തത്. അതുകൊണ്ട് തന്നെ നിഖിതയെക്കുറിച്ച് പല മേഖലകളിൽ നിന്നും അന്വേഷണം വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്താകുന്നത്. തട്ടിപ്പിന്റെ രാജ്ഞി തന്നെയാണ് നിഖിത എന്ന സ്ത്രീ. 100 കണക്കിന് കേസുകളാണ് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിഖിത എന്ന സ്ത്രീ സ്വർണ്ണാഭരണങ്ങൾ കളവുപോയി എന്ന് പോലീസ് സ്റ്റേഷനിൽ നൽകിയത് തീർത്തും ഒരു കള്ളപ്പരാതിയായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. വൈകുന്നേരം തിരുപ്പുവാനം ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് നിഖിതയും അവരുടെ അമ്മയും കൂടി ഒരു കാറിൽ വന്നിറങ്ങുകയും വീൽചെയറിൽ ഇരിക്കുന്ന നിഖിതയുടെ അമ്മയെ ആ ക്ഷേത്ര പരിസരത്തൊക്കെ ഒന്ന് കൊണ്ടു നടക്കാൻ സെക്യൂരിറ്റി ഗാർഡായ അജിത് കുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. തന്റെ ഡ്യൂട്ടി അല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ സ്ത്രീയെ കൊണ്ടു നടക്കണമെങ്കിൽ 500 രൂപ കൂലിയായി നൽകണമെന്ന് അജിത്ത് ആവശ്യപ്പെടുകയും ചെയ്തു. അജിത്ത് അങ്ങനെ പറയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നിഖിത ആ ക്ഷേത്ര പരിസരത്തേക്ക് വന്നിറങ്ങിയത് വളരെ വില കൂടിയ ഒരു കാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിഖിതയുടെ കയ്യിൽ പണമുണ്ടാകുമെന്നും താൻ ചോദിച്ച കൂലി തനിക്ക് ലഭിക്കുമെന്നും അജിത്ത് കരുതിയതുകൊണ്ടാണ്. അതുമാത്രവുമല്ല, തന്റെ ഡ്യൂട്ടി അല്ലാതിരുന്നിട്ടും അജിത്തിനെ നിഖിത
തന്റെ അമ്മയെ ക്ഷേത്ര പരിസരത്ത് കൊണ്ടു നടക്കണമെന്ന് ആവശ്യപ്പെടുകയും 100 രൂപ കൂലിയായി തരാമെന്ന് പറയുകയും ചെയ്തു. അത് പിന്നീട് ഒരു തർക്കമായി മാറുകയും ചെയ്തെങ്കിലും നിഖിത പറഞ്ഞ കാര്യത്തിന് അജിത്ത് തയ്യാറായതുമില്ല. ആ വാശി നിലനിൽക്കെയാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നിഖിത നേരെ സ്റ്റേഷനിലെത്തി അത്തരത്തിലൊരു കള്ളപ്പരാതി അജിത്തിന്റെ പേരിൽ നൽകിയത്. അജിത്തിന്റെ സുഹൃത്തുക്കളായ അരുണിനെയും ദിനകരനെയും ലോകേഷിനെയും നിഖിത മനഃപൂർവ്വം പോലീസിൽ കുടുക്കിയത് തന്നെയാണ്. നിഖിത പറഞ്ഞ 100 രൂപ കൂലിക്ക് അമ്മയെ ആ പരിസരത്തൊക്കെ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് അജിത്ത് പറഞ്ഞപ്പോൾ അജിത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ആ നിമിഷത്തിൽ തന്നെ നിഖിത അവരെയും നോട്ടമിട്ടിരുന്നു. അത് മാത്രവുമല്ല, തന്റെ കാർ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള താക്കോൽ അജിത്തിന്റെ കയ്യിൽ നിഖിത തന്നെയാണ് കൊടുത്തത്. വാഹനം ഓടിക്കാൻ അറിയാത്ത അജിത്ത് ആ താക്കോല് അരുണിന് കൈമാറുന്നതും അരുൺ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം താക്കോൽ അജിത്തിനെ ഏൽപ്പിക്കുന്നതും നിഖിതയും അമ്മയും കണ്ടതുമാണ്. എന്നിട്ടും അവർ പോലീസിൽ ആ കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചു. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് അജിത്തിന്റെ കയ്യിൽ നിന്ന് തങ്ങൾ താക്കോൽ വാങ്ങിയതെന്നും അതിനിടയിലുള്ള സമയത്താണ് അവർ മോഷണം നടത്തിയതെന്നും നിഖിത മനഃപൂർവ്വം പോലീസിനോട് പറഞ്ഞു. ഇക്കാര്യങ്ങളൊക്കെ സത്യമല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷികൾ കൂടിയായിരുന്നു ദിനകരനും ലോകേഷും. അതുകൊണ്ട് തന്നെയാണ് ആ സാക്ഷികളെ കൂടി നിഖിത പോലീസ് സ്റ്റേഷനിൽ മനഃപൂർവ്വം കേസിൽ കുടുക്കിയത്. പോലീസ് സംഘം കേസിലെ സത്യാവസ്ഥ ഉച്ചയോടുകൂടി തന്നെ മനസ്സിലാക്കിയതായിരുന്നു. എന്നാൽ അവിടെ വെച്ചാണ് കേസിന്റെ മറ്റൊരു ഘട്ടം ആരംഭിച്ചത്. DSP ഷൺമുഖസുന്ദരവും നിഖിതയും തമ്മിൽ ഒരടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിഖിത പറഞ്ഞപ്പോൾ DSP അതിവേഗത്തിൽ തന്നെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അജിത്തിനെയും സംഘത്തെയും തല്ലിച്ചതച്ചതും. അജിത്തിന്റെ ശരീരത്തിൽ 42 ഇടത്താണ് അതിശക്തമായ ആഴത്തിലുള്ള മുറിവേറ്റ പാടുകളുള്ളത്. ഹൃദയം പൂർണ്ണമായും ചവിട്ടി തകർത്ത നിലയിലായിരുന്നു. അത് മാത്രവുമല്ല, ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. അജിത്തിന്റെ വയറിനുള്ളിൽ കട്ടയ്ക്ക് മുളകുപൊടി ഉണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ മുളകുപൊടി തേച്ച് പിടിപ്പിച്ചതിന് പകരം അവനെ കൊണ്ട് മുളകുപൊടി കഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മധുര ബെഞ്ചിൽ കേസെത്തിയപ്പോൾ കോടതി പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് നടുങ്ങിപ്പോയി. ഇത്രയും രാക്ഷസ സ്വഭാവമുള്ള ആളുകളെ പോലീസ് സേനയ്ക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് മധുര ഹൈക്കോടതി ബെഞ്ച് കോടതിയിൽ ചോദിച്ചത്. സ്റ്റേഷനിൽ അജിത്തിന്റെ പേരിൽ ഒരു പരാതി പോലും രേഖപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള നടപടികൾ ആ സ്റ്റേഷനിൽ അരങ്ങേറിയത്. അജിത്ത് മരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് അജിത്തിന്റെ പേരിൽ സ്റ്റേഷനിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തത്. ഒരാളെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണമെന്ന നിയമം നിലനിൽക്കെയാണ് കേസ് പോലും ഇല്ലാതെ ഇവിടെ അജിത്തിനെ കസ്റ്റഡിയിൽ പോലും എടുക്കാതെ പോലീസ് സംഘം തല്ലിച്ചതച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തെ തൊഴുത്തിന് സമീപം കൊണ്ടുവന്ന് പോലീസ് സംഘം അജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചില ആളുകൾ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു. അജിത്തിന്റെ അമ്മയുടെ വക്കീൽ അത് കോടതിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ കോടതി പോലും ആ രംഗങ്ങൾ കണ്ട് നടുങ്ങിപ്പോയി. ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ പട്ടാപ്പകൽ പോലീസ് സംഘം ബൂട്ടിട്ട് നെഞ്ചിലും കഴുത്തിലും വയറിലും ശരീരമാസകലം ചവിട്ടി പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. കയ്യിലിരിക്കുന്ന പാര കൊണ്ട് അജിത്തിനെ നന്നായി തല്ലുന്നുമുണ്ട്. അജിത്തിന്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്ന കാഴ്ചകളൊക്കെ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. കേസ് അതിവേഗം തന്നെ CBIക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഉത്തരവിൽ 2 കാര്യങ്ങളാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അജിത്ത് കൊല്ലപ്പെടാനിടയായ സാഹചര്യവും അജിത്തിനെതിരെ നൽകിയ പരാതിയെക്കുറിച്ചും വിശദമായി അന്വേഷിക്കണമെന്നായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. CBIയുടെ അന്വേഷണത്തിൽ പോലീസുകാർ ചെയ്ത കുറ്റങ്ങൾ തെളിയുകയും DSP ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുഴുവൻ ദൃക്സാക്ഷികളുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്നും ഒരു കാരണവശാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ശിക്ഷിക്കാതെ പുറത്തു പോകാൻ പാടില്ല എന്നും ഹൈക്കോടതി CBIക്ക് കർശന നിർദ്ദേശം നൽകി. അജിത്തിനെയും സംഘത്തെയും കൊണ്ട് പോലീസ് സംഘം ആ നഗരത്തിന്റെ പല കോണിലൂടെയും പോലീസ് ജീപ്പിൽ കറങ്ങി നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും CBI കളക്ട് ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തിനൊടുവിൽ അജിത് കുമാർ തീർത്ത് നിരപരാധിയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ 25 ലക്ഷം രൂപ കോടതി അജിത്തിന്റെ കുടുംബത്തിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അതിനു പുറമെ അജിത്തിന്റെ സഹോദരൻ നവീന് ക്ഷീരവികസന ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലിയും നൽകി. കേസ് ഫയൽ പൂർത്തിയാക്കിയ CBI ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വിചാരണ തുടങ്ങിയ സാഹചര്യത്തിൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും.